മുമ്പ് സംസാരിച്ച നിങ്ങളുടെ അധ്യക്ഷൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് പറഞ്ഞ അതിശയോക്തികളായി കണക്കാക്കിയതാണ്. ഞാൻ അജിത പീതാമനോട് പറയായിരുന്നു, ഞാനെൻ്റെ ഭാര്യയെ കൂട്ടി വരുന്നതായിരുന്നു. ഇത്രയൊക്കെ വലിപ്പം എനിക്കുണ്ടെന്ന് അവൾക്ക് കൂടി മനസ്സിലായാൽ അത് വീട്ടിലൊരു സന്തോഷമായിരുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. ഞാൻ എല്ലാ വാക്കുകളും ഇവിടെ ശ്രീദേവി ടീച്ചർ ആദരിക്കപ്പെടുകയാണ്. സീഡ് പരിപാടിയിൽ മാതൃഭൂമി വഹിച്ച പങ്കിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇതിന് മുമ്പത്തെ വർഷം വേൾഡ് അസോസിയേഷൻ ഓഫ് മുസ്ലിം കോൺഫറൻസ് നടന്നിരുന്നു. ലോക പത്ര ഉടമകളുടെ യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് ഈ സീഡ് പരിപാടിക്ക് പ്രത്യേകമായ പ്രശംസ ലഭിക്കുകയുണ്ടായി, സമ്മാനം ലഭിക്കുകയുണ്ടായി. ഞാനതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ ഈ സീഡ് പരിപാടി ഇത് ലോകശ്രദ്ധ ആകർഷിച്ചു. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് പറയാനുണ്ട്. 10, 20, 21 വർഷം മുമ്പായിരുന്നു നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതോ സൈദ്ധാന്തികമായി പറയുന്ന പ്രശ്നങ്ങളായി കാണുമായി, അല്ലെങ്കിൽ മനസ്സിൽ ചില വിഹോലകളെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമായി കാണുമായി. ഇതാണ് മനസ്സിലാക്കി. ഞാൻ ഇന്നലെ വരുമ്പോൾ കർണാടകത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ പത്രമാണ്. ആ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ പ്രധാനമായ വാർത്ത ബാംഗ്ലൂർ കോർപ്പറേഷൻ റിസൾട്ട് വെള്ളം കൊണ്ടുപോകും. ആ വെള്ളത്തിന് തർക്കമിതാവുകയും ആ വെള്ളം കൊണ്ടുപോകുന്ന വാഹനത്തിൽ ഡ്രൈവറിനെ കൊല്ലുകയും 4 ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു. ഇത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ചില പത്രങ്ങൾ എവിടെയോ ഒരു സ്ഥലത്ത് അങ്ങനെ തർക്കമുണ്ടായതായി എഴുതി കണ്ടിരുന്നു. ഇന്ന് വെള്ളമെന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളം വിൽപ്പനച്ചരക്കാവുമെന്ന് പറഞ്ഞു. അതൊക്കെ മാനസിക സ്വാസ്ഥ്യം പറയുന്നതാണ് വിചാരമുണ്ടായത്. ഇതിനെല്ലാം പക്ഷെ 5-6 കൊല്ലം കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ വാർത്തകളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മഴവെള്ളം സംബന്ധിച്ചത് പോലീസ് അവിടെ വെള്ളം സ്വകാര്യ കോർപ്പറേഷൻ നൽകി. കോർപ്പറേഷന് ജനവിഹിതത്തിൽ നൽകും. അവർ വെള്ളം മുതലാണ് നാളെ ഇവിടെയൊക്കെ വരാവുന്ന സംഭവമാണ്. മുനിസിപ്പാലിറ്റി കോഴിക്കോട് കോർപ്പറേഷൻ അതിനുള്ള സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കോർപ്പറേഷൻസ് അങ്ങനെ കോർപ്പറേഷൻസ് അവർ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് മാത്രമേ വെള്ളം കൊണ്ടുവരില്ല. വെള്ളം വേറെ രാജ്യത്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യില്ല. ഇവിടെയുള്ള വെള്ളം അവർ സംഭരിച്ച് വിതരണം ചെയ്യും. അങ്ങനെ സംഭരിച്ച് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് എവിടെയെല്ലാം വെള്ളം ഉണ്ടാവില്ല. വെള്ളത്തിന് ഉദ്ഭവസ്ഥാനം ആ വെള്ളം സംഭരിച്ചിട്ടാണ് ആ വെള്ളം നൽകുന്നത്. കൊച്ചുമാമയിൽ നിന്ന് പുറമേക്ക് ചെറിയൊരു ഗ്രാമത്തിൽ ഒരു കോർപ്പറേഷന് ജലവിതരണം ലഭിച്ചു. അപ്പം മഴ, കുളം, വെള്ളം, നദി ഇതൊക്കെയാണ് വെള്ളത്തിൻ്റെ വെള്ളമെന്നൊക്കെയാണ് കിട്ടുക. ഇതെല്ലാം ഓർമ്മിക്കേണ്ടതായിരുന്നു. വെള്ളത്തിന് വില കൂടിയപ്പോൾ അവർ മഴവെള്ളം ശേഖരിച്ചു. ആ മഴവെള്ളം ശേഖരിച്ചപ്പോൾ
കേരളത്തിൽ നദികളുണ്ടെന്ന് പറയുന്നത് ഇഷ്ടം പോലെ കുളങ്ങളുണ്ടായിരുന്നു. ഇത് പടിഞ്ഞാറൻ ചെരുവാണ്. ഒരു മഴ പെയ്യാൻ വെള്ളം സമൂഹത്തിലേക്ക് വെച്ചു. 3 നദികളുടെ വെള്ളേക്ക് എടുക്കുമ്പോൾ ബാക്കിയൊന്നും എടുക്കാൻ. ആ വെള്ളം അവിടെ ഇവിടെയൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒരു കടലിലേക്ക്. ഈ ഭൂമിയിൽ വെള്ളം കുളങ്ങൾ വേണം, വയല് വേണം, വനങ്ങൾ വേണം. അങ്ങനെയൊക്കെ വെള്ളം ഭൂമിയിലുള്ളിലേക്ക് പോകും. ഭൂഗർഭ ജലം ഇത് വനങ്ങളൊക്കെ പോയി. പുഴകളുടെ ഉത്ഭവ സ്ഥാനങ്ങളെല്ലാം പറ്റി വരണമെങ്കിൽ 365 ദിവസം ഒഴുകുന്ന പുഴ പറ്റി വരണ്ടാകുന്നു. പെരിയാർ ഒഴുകുന്ന എറണാകുളത്ത് കുടിക്കാറുണ്ടില്ല. ഞാൻ വരുന്ന വയനാട്ടിൽ കുടിക്കാറുണ്ടില്ല. എല്ലാ കുളങ്ങളും തോന്നവിടുത്തെ വലിയ ഫ്ലാറ്റ്സായി. ഇപ്പൊ കിണറുകൾ ഒന്നും അധികം കുടിക്കണമെങ്കിൽ സമ്മതം വേണം. ഭൂഗർഭ ജലം കേരളത്തിൽ കുറവാണ്. ഉള്ളത് പാലക്കാട്, കാസർഗോഡ് മാത്രമാണ്. അവിടെ വലിയ വലിയ ജലമൂറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്നു. കൊക്കോല, പെപ്സിക്കോ, അതുപോലെ ബ്രൂവറീസ്. അവർ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം എടുക്കുക. അവിടെയാണ് ഈ പ്രാചീനമായ സ്ഥലം. കൊക്കോല കുടിക്കണോ വേണ്ടി മനുഷ്യരല്ല. ഒരു 25-30 ലക്ഷം ലിറ്റർ വെള്ളം ഒരു കമ്പനി എടുത്താൽ ആ വെള്ളം എങ്ങനെയാണ് ഭൂമിനെ ചൂട്ടിടുക? റെയിൻ ഷാഡോ പ്രദേശം. പാലക്കാട് ഭൂജലം വരണമെന്നുണ്ടെങ്കിൽ എവിടെ മഴ പെയ്യണം? ഏതാണ് മറ്റേ അവിടുത്തെ ഒരു 75-80 കിലോമീറ്റർ മഴ പെയ്യണം. എന്നാൽ മാത്രമേ അവിടെ വെള്ളം വരണം. എത്ര 1000 വർഷം വേണം ഇന്ത്യയുടെ എന്തൊക്കെ സംഭവിക്കണമെങ്കിൽ? ഇപ്പോൾ എന്തായി? പാലക്കാട് സലീം വാട്ടർ വരാൻ തുടങ്ങി. 70 കിലോമീറ്റർ കടലാണ്. കടവെള്ളം എഴുതി വെച്ചോളൂ. ഇന്നോട് 10 വർഷത്തോളം കേരളത്തിൽ ആദ്യത്തെ മരുഭൂമി യാതൊരു സംശയം. ഇത് കുടിവെള്ളം എത്ര ചെറുതായി ഗവൺമെന്റ് കുടിവെള്ളത്തിന് വില നിശ്ചയിച്ചു. മഴ കുറഞ്ഞു. അടുത്ത വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് അവരെ സംഭവിക്കുന്നത്? ഇതൊക്കെ ആരുണ്ടാക്കിയ നാശങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമില്ല. ലോകമെങ്ങനെ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ ജീവനെ തൊട്ടുള്ളൂ കണ്ടെത്തിയിട്ടുള്ളൂ. വിശാലമായിട്ടുള്ള എവിടെയെങ്കിലും ഉണ്ടാവാൻ കാരണമാണ് ഗാലക്സീസ്. ഇപ്പം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഓപ്പൺ ഹെവനിൽ ശാസ്ത്രജ്ഞന്മാരെ സമ്മേളനം, സാഹിത്യകാരന്മാരുടെ അവരെത്തിയ നിഗമനം എന്താണ്? 500 വർഷത്തിലധികം മനുഷ്യർ മാത്രമല്ല ജൈവ സമൂഹം ഉണ്ടാകുന്നതായിരുന്നു. ഈ ഭൂമിയുടെ ആയുസ് പരമാവധി കിട്ടിയിട്ടാണ്. ഞാനാണ് പുസ്തകം വായിച്ചു. ഇയാൻ ക്ലീനർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ പേര് സ്പിരിറ്റ് ഓഫ് ക്രാഫ്റ്റ്. അതാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. 70-75 വർഷത്തിൽ ഈ ഭൂമി ഉണ്ടാകുന്ന ജൈവസമൂഹങ്ങൾ എന്താ കാരണം? വിഭവങ്ങളൊക്കെ തീർത്തുകൊണ്ട് വരികയാണ്. ഭൂമിയുടെ ചോറിൽ എടുത്താൽ തീരാത്ത വിഭവങ്ങളൊന്നുമില്ല. എല്ലാം എടുത്താൽ തീരുന്ന വിഭവങ്ങളിലേക്ക് ഇതൊക്കെ പോയാൽ പോവുക. കൽക്കരി, മാംഗനീസ്, ഭൂജലം പോവും, നദികളൊക്കെ പറ്റിപ്പോവും. ആമസോൺ പശുക്കളൊക്കെ പോയാൽ ഓക്സിജൻ ഉണ്ടാവില്ല, കുടിവെള്ളം ഉണ്ടാവില്ല, ശ്വാസം കഴിക്കാൻ പ്രാണവായുണ്ടാവില്ല. ഇവിടെ എന്താ? ഇത് അദ്ദേഹം തന്നെ. അതുകൊണ്ട് ഗാന്ധിജി വളരെ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു, ഈ നദികളൊക്കെ നമുക്ക് മാത്രം അവകാശപ്പെടില്ല. നമ്മൾ നദികൾ മലിനമാക്കാൻ പാടില്ല. ഗാന്ധിജി പറഞ്ഞാൽ ഗാന്ധിജി തന്റെ സ്വന്തം ചെരുപ്പുകളിലാണ്
പറയുന്നത് 21ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗംഗ എന്ന് പറയുന്ന നദി ഉണ്ടാവില്ല. 6 നദികൾ ഹിമാലയ സാഗരത്തിൽ പങ്കിടുന്നുണ്ട്. അതിലെ 3-4 നദികളെ ചൈന അണക്കെട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 3 ഗോർജസ് എന്നാണ് പറയുക. ഏകദേശം പണി കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞാൽ ഭൂമി 1 ഡിഗ്രി കൂടി അച്ചുകട്ടിൽ നിന്ന് മാറും. കാലാവസ്ഥ എന്താവും? കുടിക്കാൻ വെള്ളം ഉണ്ടാവുക, ശ്വസിക്കാൻ വായു ഉണ്ടാവും. ഞാൻ അവസാനിക്കില്ല. ഞാൻ ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ദിവസം 3 താമസിക്കുന്ന രക്ഷോട്ടുണ്ട് ഹോട്ടലിൽ. ഞാൻ 10 കിലോമീറ്റർ അപ്പുറത്ത് ഗ്രാമത്തിൽ പോയി താമസിച്ചു. 4 ദിവസം കഴിഞ്ഞ് ബില്ല് തീർത്തപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ താമസിക്കുന്നതിനാണ് കൂടുതൽ താമസിച്ചത്. സർ, ഗുഡ് ഓക്സിജൻ വാട്ടർ, നല്ല പ്രാണവായു അവരോട് കിട്ടുന്നുണ്ട്. അങ്ങനെ മാപ്പിംഗ് തുടങ്ങി. ഇനി കോർപ്പറേഷനിൽ മാപ്പിംഗ് വരും. ഏറ്റവും നല്ല പ്രാണവായു കിട്ടുന്ന പ്രദേശം, വെള്ളം കിട്ടുന്ന പ്രദേശം, വെള്ളം കുറഞ്ഞ പ്രദേശം, പ്രാണവായു കുറഞ്ഞ പ്രദേശം, അവിടെ വെള്ളവും വായു കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരും, കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ നമ്മൾ ടോക്കിയോയിൽ പോയി അറിയാം, 2 കിലോമീറ്റർ നടന്നാൽ ഓക്സിജൻ പ്രാണവായു. അങ്ങനെയാണ് നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നത്? അവർ കുടിക്കാൻ വെള്ളം കിട്ടും വിശ്വസിക്കുന്നത്. നമ്മുടെ മുതലാൽ പറയാനും നമ്മുടെ വീട്ടിലും ഇരുന്നുകാരനായിരുന്നു. അത് കുടിക്കാൻ വെള്ളം കൊടുത്തിരുന്നു, വിശ്വസിക്കുന്നു. 4-5 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അതിഥികളെ താമസിക്കില്ല. അവർക്ക് എവിടുന്ന വെള്ളം കൊടുക്കുക? കുടിക്കാൻ വെള്ളത്തിൽ വേണം, കുടിക്കാൻ വെള്ളത്തിൽ വേണം. ഞാനിങ്ങനെ വെറുതെ ഒരു പുസ്തകം എവിടുന്നോ വാങ്ങിയതാണ്. ഓർഗൻസ് അവയവങ്ങൾ നമുക്ക് അവസാനിപ്പില്ല. ആദ്യം നമ്മൾ പേര് വായിച്ചത് തനിക്ക് എന്തായി സംഭവം കുറച്ചുകൂടി വായിച്ചപ്പോൾ അതൊക്കെ സംഭവിക്കാൻ കാര്യമില്ല. ഇപ്പൊ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ചെയ്ത ആളുകൾ നമ്മളെന്താ ചെയ്യുന്നത്? റിട്ടയർമെന്റ് ചെയ്ത ആളുകൾ വിലയില്ല, ജീവനോട് വിലയില്ല. അവരുടെ വില മരിച്ചാൽ വൃദ്ധസദനങ്ങളുണ്ട്. ഞാൻ സാഹിത്യകലയിൽ ഒരു കോർപ്പറേറ്റ് കുട്ടികളെ വൃദ്ധസദനങ്ങൾ അപേക്ഷയിക്കാൻ പാടില്ല. ഞാൻ വിഷമിക്കണ്ട, ഞാൻ 2 കൊല്ലത്തിലുണ്ട്. അച്ഛനെ വിലപ്പെടുത്തി സാധിച്ച ചരിത്രങ്ങളാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് വരാൻ കഴിയും. മൃതശരീരം കിട്ടാനില്ല. ഒരു ഡെഡ് ബോഡിക്ക് 20-25 ലക്ഷം രൂപ കൊടുക്കണം. അച്ഛനെ 50 ലക്ഷം രൂപയുടെ ചരക്കാറ്. അതാരെങ്കിലും വൃദ്ധസദനത്തിൽ കിഡ്നി കൂടി 4 കിഡ്നി കൂടി ഉണ്ടെങ്കിൽ എത്ര കോടിയാ? 1.5 കോടി 2 കോടിയായി. ചങ്ങനെ ചുറ്റും വീട്ടിലൊക്കെ സാധാരണ അച്ഛനമ്മയും ഇവരെന്തിനെ വൃദ്ധസദനം ഉണ്ടാക്കുന്നത്? മരിച്ചവനെ വരെയും ജീവിച്ചിരിക്കുന്ന വരെയില്ലാതാവുന്ന കാലഘട്ടം വരിക. അവിടെ വൃദ്ധസദനം ഉണ്ടാവുമോ? കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മക്കൾ വിശ്വസിക്കുമോ? അച്ഛനമ്മയെ നോക്കി വിശ്വസിക്കുമോ? അങ്ങനെ ഭാഗമായിട്ടുള്ള സമൂഹത്തിൽ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അവർ ബോധവാന്മാരാകണ്ട, അവർ ജീവിക്കണ്ടേ? നമ്മൾ ജീവിച്ചിട്ട് അവർ ജീവിക്കുമോ? എനിക്കറിയില്ല. ഈ സീപ്പദ്ധതി ഞങ്ങൾ ശ്രമിക്കുന്നത് കുട്ടികളെ ബോധവൽക്ക് ഒരാൾ ഓക്സിജൻ 500 ഗ്രാം ഓക്സിജൻ തുടങ്ങി 5 മരങ്ങളിൽ പറയും. ആ കുട്ടികളെ നമുക്ക് അന്ധവിശ്വാസമാണെന്ന് പറയും. ഓരോ നക്ഷത്രത്തിനും ഓരോ മരങ്ങളെത്തുന്നു. ഓരോ നക്ഷത്രം ജനിച്ചവരാണ്. ആ മരം കുറിച്ചിട്ടെന്ന് പറയും. ഞാൻ പറയുന്നത് ചെയ്യണമെന്നാ പറയാ. 5 ആളുകൾ 5 മരായി കിട്ടുന്നു.
The small petal of the flower is destroyed. The distant stars are distant. ചെറിയൊരു പുഷ്പത്തിൻ്റെ എതിരുകൾ നശിപ്പിച്ചു കൊടുക്കാൻ ഇതുപോലെ ഒരു നക്ഷത്രങ്ങൾ പ്രകമ്പനമുള്ളൂ. അതാണ് മാക്രോവേവ് പ്രദേശം. ഇതൊക്കെ കാണാൻ സൂക്ഷിക്കുന്നതായി അതിൻ്റെ സൗകര്യം തലമുറകൾ. അതാണ് ഈ സ്കൂൾ കുട്ടികളെ പ്രവർത്തിക്കുന്നത്. അതിനെ അത്ഭുതപ്പെടുത്തിയത് നമ്മളെക്കാളും കൂടുതൽ ഇക്കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ വിദ്യാലയത്തിലാണ് ഇവിടെ പുരസ്കാരം ലഭിച്ചു, 2 സ്ഥാനങ്ങളുണ്ടായി. സീതയും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാന പുരസ്കാരങ്ങളിലേക്ക്, ദേശീയ പുരസ്കാരങ്ങളിലേക്ക് കുട്ടികളെ ജീവിതത്തിൻ്റെ പഠനത്തിൽ, പ്രവർത്തനത്തിൽ പ്രകൃതിയുമായി, ജീവിതവുമായി, സാമൂഹിക വ്യവസ്ഥകളുമായി ജീവിക്കേണ്ട വ്യവസ്ഥകളിൽ മനുഷ്യൻ ഈ സമൂഹത്തിന് ശാസ്ത്രത്തിന് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പിടവുകളാണ്, അല്ലെ ശാസ്ത്രം നമ്മുടെ പിടവുകളാണ്. വിവരം നമ്മൾക്ക് കയറി പോകുന്നതാണ്, അല്ല നമ്മൾ വിവരത്തിൻ്റെ ചവിട്ടുകളാണ്. മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. കമ്പ്യൂട്ടറുകൾ നമ്മളുണ്ടാക്കിയതാണ്, നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇന്ന് മനുഷ്യബന്ധം സമൂഹം ആത്മീയമായി മാറി. ആർക്കും പരസ്പരം അറിയില്ല, ആർക്കും പരസ്പരം ബന്ധങ്ങളില്ല, സംവേദനങ്ങളില്ല. അതുകൊണ്ട് ഇത്തരം എന്താ പറയുക, അനുകുടുംബങ്ങളായി അങ്ങനത്തെ ചിന്തകളിൻ്റെ ആളായി മാറുക. അതൊന്നും മാറ്റം വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീൻ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അത് ഈ വിദ്യാലയത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. അവരവിടേക്ക് അവരെ പരിശീലിപ്പിച്ചു, അതിന് നേതൃത്വം കൊടുത്തു. അവിടെ ശ്രീദേവി ടീച്ചറെയാണ് നമ്മൾ അനുമോദിക്കുന്നത്. ശ്രീദേവി ടീച്ചർ പെൻഷൻ പറ്റുന്നത് അത് പ്രായത്തിൻ്റെ കണക്കുകൊടുത്തിലാണ് പെൻഷൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവരെ സംസാരിച്ചപ്പോൾ മനസ്സിലാകും, നിങ്ങളെ എത്രയോ ചെറുതാക്കാരങ്ങളാണ് ഏറ്റവും യൗവനയുക്തമായ മനസ്സമുണ്ടാകും. നമ്മൾ ഭാവിയെ പറ്റി ചിന്തിക്കുന്നു, തലമുറകളെ പറ്റി ചിന്തിക്കുന്നു. അവരവരെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ, തലമുറകളെ കൂടി കണ്ട് ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ അനുഭവം ഒറ്റ ദിവസം 48 മണിക്കൂർ അത് ഞാൻ ഉദ്യോഗസ്ഥമായി യോഗം വിളിച്ചു. ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ വയനാട്ടുകാരൻ, വലിയ ജോലിയൊന്നുമില്ല, മരം ഓൾ ഡിലാപ്പിനേറ്റഡ് ഡിസ്ട്രക്റ്റഡ് സർക്കട്ട് മറുപടിയാണ്. നിങ്ങൾക്ക് പുഴയുടെ ഉത്ഭവസ്ഥാനം നിലകൊടുക്കുന്നത് അത് ശുദ്ധ സ്ഥലങ്ങളെ ചോദിക്കുന്നു. അന്ന് വെള്ളം പറ്റിപ്പോകില്ലേ? നമ്മളെ കുട്ടികൾ കുടിക്കാൻ വെള്ളം വേണ്ടേ? ഒരു കൺസർവേറ്റീവ് കുടിക്കാൻ കാലം 86 ഞാൻ ചോദിച്ചു, കുടിക്കാൻ വെള്ളം വേണ്ടേ? ഇപ്പം ആ ചോദ്യം ചോദിക്കുന്നത് കുടിക്കാൻ വെള്ളം വേണ്ടേ? എന്തിനാണ് യൂക്കാലിപ്റ്റസ് മരങ്ങൾ വെച്ചത്? ഞാൻ വരുന്ന വയനാട്ടിൽ നൂൽപ്പുഴയിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു? ആസ്ട്രേലിയയിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ അവിടെ കൊണ്ടുവച്ചു. എല്ലാ വെള്ളവും പറ്റിപ്പോയി. ഞാൻ ഹിമാലയ സ്ഥാനത്ത് പോയി. ദേവദാരുകൾ വളരുന്ന സ്ഥലത്ത് യൂക്കാലിപ്റ്റസ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ മരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു സ്ഥലത്തെ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് അവിടെ മരങ്ങളും ഫലങ്ങളും ജീവിതമൊക്കെ ഉണ്ടാവുക. കേരളത്തിൽ വേണ്ടത് മാവും തെങ്ങും കവും ചക്കയൊക്കെ തന്നെ. അതാണ് നമ്മൾ വേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ജീവിതക്രമം പ്രകൃതി ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അത് മാറ്റാൻ ശ്രമിച്ചാൽ എല്ലാം മാറും. ഇതിനെതിരായിട്ടൊക്കെയുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. മാധവന് 90-ാം വർഷമാണ് ഈ 18-ാം തീയതി. ഈ മാർച്ച് 18-ാം തീയതി മാധവന് 90 വയസ്സ് തികയാണ്. 10 കൊല്ലം കൊണ്ട് കഴിയാൻ പോകാനും നമ്മളതുണ്ടാവുന്ന കാലത്തുണ്ട്. ഗാന്ധിജിയുടെ പ്രചോദനങ്ങളുണ്ടായ സ്ഥാപനമാണ് മാതൃഭൂമി. ഗാന്ധിജി വന്നിരുന്ന മാതൃഭൂമിയിൽ 1933 ജനുവരി 13-ാം തീയതി മാതൃഭൂമിയിൽ മഹാത്മജി വന്നു. മാതൃഭൂമിയുടെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടറായ കെ മാധവൻ നായർ, അതേ കോൺഗ്രസിൻ്റെ ആർമി സെക്രട്ടറിയാണ് മാറി. അതേ ജയിലിൽ പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പടം കോഴിക്കോട് ടൗൺ ഹാളിൽ അനാച്ഛാദനം ചെയ്തത് മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യയിൽ ഒരു പത്രത്തിലെയും പത്രാധിപരുടെ പടം
മുഖാന്തര രാജകീയ ചെന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് ഗാന്ധിജി വന്നത്. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരമാണ് പത്രം തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇന്ന് ആ പത്രത്തിലുണ്ടെങ്കിലും മാതൃഭൂമി എന്ന് പറയുന്ന പത്രം വീരേന്ദ്രകുമാറിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആ പത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് മാത്രമേ. ആ പത്രം സമർപ്പിതമാകേണ്ട ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഉള്ള കാര്യങ്ങൾ പറയണം, അത് വെട്ടിത്തോർന്ന് പറയണം. ലോക ജനസമ്മേളനം പ്രാച്ചമഴയിൽ നടന്നു. മോട്ട് ബാർലോ മുതൽ പലരും അവിടെ കൊണ്ടുവന്നത് മാതൃഭൂമിയാണ്. ഞാൻ എൻ്റെ പ്രാഗിൽ പോയപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. ഒരാളോട് ചോദിച്ചു, യു ആർ ഫ്രം കേരള? I am from Kerala. You are from Prachimada? Yeah, Prachimada is from Kerala. You know Mailamma? അത് എന്നോട് ചോദിച്ചതാണ്. ആ മൈലമ്മ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മൈലമ്മ എന്നെ ഉட்கார்ந்து എല്ലാ ചെറുപ്പം കുടിക്കുന്നത് തണ്ണിയില്ല, കുടിക്കാറുണ്ടില്ല. ഞാനത് കിണറ്റിൽ തണ്ണിയില്ല, അതെല്ലാം വിഷമാച്ച്, അതെല്ലാം പോച്ച്, എല്ലാം കൊക്കക്കോല കൊണ്ടുപോയ ചെറുപ്പം. അതാണ് സത്യം. അവരെ നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിലും ആ സ്ത്രീ അവിടെ പോരാടിക്കുന്നു. നമ്മളിന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, 5-6 കൊല്ലം കൊണ്ട് നമ്മളുടെ വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ അത് യുദ്ധക്കിണറായിരിക്കും. അടുത്ത വീട്ടുകാരവിടെ വരും, ഇത്രയും വെള്ളം പാടുന്നത് വെള്ളത്തിന് വേണ്ടി യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സമൂഹം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ കരുതിയാണ് സീഡ് പ്രോഗ്രാം നടപ്പാക്കാൻ പങ്കുവച്ചിട്ടുണ്ട്. അതിലെല്ലാ സ്കൂളുകളും നടക്കുന്ന പിന്തുണ വളരെ വലുതാണ്. അതിൻ്റെ ഭാഗമായി സ്കൂൾ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന അംഗീകരിക്കപ്പെട്ട സ്കൂളാണ്. ആ പ്രവർത്തനത്തിന് സഹായിച്ച പ്രചോദനം കൊടുത്തു. ഒരു തലമുറക്ക് വളരേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ പങ്ക് വഹിച്ച ശ്രീദേവി ടീച്ചറെ ഇവിടെയുള്ളവരെല്ലാം ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതുകൊണ്ട് സന്തോഷം. അവരെ മാതൃഭൂമിയുടെ പേരിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഞാനെന്താണ് പറയുന്നത്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും വിജയങ്ങളും നേരുന്നു. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി പ്രകാശിച്ചു. നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഞാൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു. നന്ദി. ഓരോ ജില്ലയിലെയും ഏറ്റവും മികച്ച സ്കൂളിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളിന് വിശിഷ്ട വിദ്യാലയ പുരസ്കാരം നമ്മുടെ സ്കൂളിന് HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന്